സീരിയലിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ രാജീവനും രാഖിയും ഗീതേടത്തിയും ജയേട്ടനും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ രാഖി പറയുന്നുണ്ട്, രാജീവേട്ടൻ ഇനി ഒന്നും വിട്ടും പോകരുത്, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്, ആ റൂമിൽ നിന്നും പോലും പുറത്തേക്ക് ഇറങ്ങരുത്, എന്ത് വേണമെങ്കിൽ ഞാൻ കൊണ്ട് തരാം എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, എവിടെ പോയി നമ്മളിനി വിളിക്കണ്ടേ, ഇവിടെ രാരീരം വീട് വരെ ശാരികയുടെ പേടിയ കാരണം നമ്മൾ വേണ്ടാന്ന് വെച്ച് അവിടത്തൊക്കെ ഉപേക്ഷിച്ച് വേറെ നാട്ടിലേക്ക് തന്നെ പോകാൻ ഒരുങ്ങുന്നു. ഇതിൻ്റെ അപ്പുറം നമ്മളിനി എന്താ വേണ്ടത്, ഇതിൽ കൂടുതൽ സഹിക്കാനൊന്നും പറ്റില്ല എന്ന് തീർത്ത് പറയുകയാണ്. അപ്പോൾ രാഖി പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കി, എനിക്ക് രാജീവേട്ടൻ്റെ മക്കളുടെയും ജീവനും അതൊക്കെയാണ് വലുത്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നതൊന്നും മനസ്സിലാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഗീതേടത്തിയൊക്കെ പറഞ്ഞു, നിൻ്റെ ഈ പേടി കണ്ടിട്ട് നിനക്ക് നിൻ്റെ പേടി മാത്രമാണ്, നിൻ്റെ തോന്നൽ മാത്രമാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയൊന്നുമല്ല, രാജീവേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് രാജീവേട്ടൻ്റെ കൈ പിടിച്ചിട്ട് മേളിലത്തെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് ലോക്ക് ചെയ്ത് രാജീവേട്ടനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ രാജീവിനും മനസ്സിലാവുന്നുണ്ട് തന്നോടുള്ള അടങ്ങാത്ത സ്നേഹം കാരണം അവൾക്ക് മാനസികമായിട്ട് വളരെയധികം അവൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവുകയാണ്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് മോളെ, നിൻ്റെ കൂടെ ഞാനില്ലേ, ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം, നമുക്കൊന്നും സംഭവിക്കില്ല, നീ ആവശ്യമില്ലാതെ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ജഗന്നാഥൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് ഒരു കൊട്ടേഷൻ സംഘം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, രാജീവേട്ടനെ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ആപത്താണ്, അത് നമ്മൾ കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ജഗന്നാഥൻ പറഞ്ഞു കേട്ടിട്ടാണ് നീ ഇത്രയധികം പേടിക്കുന്നത്, അതിൻ്റെ ഒരു ആവശ്യമില്ല, അയാളെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കാരണം അയാൾക്ക് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് വലുത്, അയാൾക്ക് ഈ സ്വത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ, ശാരീരിക സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നാടകമാണ് അയാൾ കാണിച്ചു കൂട്ടിയിരുന്നത്, നമ്മുടെ അടുത്ത് നിന്ന് ആ സ്വത്ത് എഴുതി മേടിച്ച രീതിയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, അയാൾ വിശ്വസിക്കാൻ കൊള്ളില്ല, അയാളുടെ നന്മയ്ക്ക് വേണ്ടിയും അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ആളാണ്, അയാൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അയാൾ നമ്മുടെ കയ്യിൽ സ്വത്ത് എഴുതി വാങ്ങി കിട്ടിയതിൻ്റെ ഒരു പ്രത്യുപകാരം പോലെ പറഞ്ഞു തരുന്നതുമാകാം, അങ്ങനെ നമ്മൾ കരുതണം. അയാൾ പറഞ്ഞത് എങ്ങനെ തന്നെയാണ്, ഒരു വലിയ കൊട്ടേഷൻ ടീം ഇറങ്ങിയിട്ടുണ്ട്, അത് രാജീവേട്ടനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്, അയാൾക്ക് അങ്ങനെ ഒരു നമ്മളോട് പറയേണ്ട എന്ത് ആവശ്യമാണുള്ളത്, അയാൾ പറയണത് തൽക്കാലം വിശ്വസിക്കുകയും നമുക്ക് നിവൃത്തിയുള്ളൂ എന്നൊക്കെ രാഖിയും പറഞ്ഞു കൊടുക്കുകയാണ്. രാഖി മാനസികമായി ബുദ്ധിമുട്ടുന്നത് കണ്ട് നമ്മുടെ രാജീവൻ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. അതേസമയം താഴെ ഗീതയുടെയും കൂടി സംസാരിക്കുന്നത് നമ്മുടെ രാഖിയുടെ ഇപ്പോഴത്തെ മാനസിക പ്രശ്നങ്ങളെ കുറിച്ചാണ്. അതായത് എന്താ അവൾക്ക് സംഭവിച്ചു, ഇത്രയധികം പേടിക്കുക, എങ്ങനെയാണ് അവൾക്ക് വന്നതെന്നൊക്കെ ജയേട്ടൻ ചോദിക്കുമ്പോൾ അവൾക്ക് മാനസികമായിട്ട് പല പിരിമുറുക്കം ഇപ്പോൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് എത്രയും പെട്ടെന്ന് തന്നെ കാണിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയുമ്പോൾ നീ ഒരു മാനസിക രോഗിയൊക്കെ നോക്കിയാണ് അവളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ജയേട്ടനൊന്ന് ആലോചിച്ച് നോക്കി, ഞാനിവിടെ കല്യാണം കഴിച്ച് വന്ന കാലം മുതൽ കാണുന്നതാണ് രാഖിയെ, എനിക്ക് അവളുടെ ചെറിയ മുഖവ്യത്യാസം വരെ എനിക്ക് മനസ്സിലാകും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ രാജീവനും കൂടെ വരുന്നുണ്ട്. രാജീവൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണെന്നൊക്കെ എനിക്കറിയാം, രാഖിയെക്കുറിച്ചല്ലേ, വേറെ ഒന്നുമല്ല അവളുടെ പ്രശ്നം, എന്നോടും മക്കളോടുള്ള അടങ്ങാത്ത സ്നേഹവും ഞങ്ങളെ അവർ വളരെ ആത്മാർത്ഥമായി ജീവന് തുല്യം സ്നേഹിച്ചു പോയി, അതാണ് അവളുടെ പ്രശ്നം എന്നൊക്കെ പറയുകയാണ്. രാജീവനോട് പറയുകയാണ്, നീയാണ് ഇപ്പോൾ ധൈര്യം കൊടുക്കേണ്ടത് അവൾക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി അവൾ സമ്മതിക്കുന്നുമുണ്ട്, പക്ഷേ അവളൊരു ഇഷ്യൂ വരുമ്പോൾ എല്ലാം മറന്നു പോകും, ആകെ തകർന്നു പോവുകയാണെന്നൊക്കെ പറയുന്നു. അതിന് ശേഷം കാണിക്കുന്നത് ജഗന്നാഥനെയാണ്. ജഗന്നാഥൻ ഒരു കൊട്ടേഷൻ കൊണ്ടുവരുന്നുണ്ട്, എന്നിട്ട് രാജീവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രാജീവൻ്റെ ഫോട്ടോയെ കാണിച്ചു കൊടുക്കുകയാണ്. ഇയാളെയാണ് നിങ്ങൾ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു, പൈസയും കൊടുക്കുന്നു, അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് വിടുന്നതാണ് കാണിക്കുന്നത്. രാത്രി രാജീവൻ രാഗി കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഗുണ്ട അവൾ താമസിക്കുന്ന വീടിനടുത്ത് രാജീവനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോഴേക്കും പറഞ്ഞ ശബ്ദം കേട്ട് രാഖി ഉണരുകയാണ്. രാഖി അപ്പോൾ എന്തോ ശബ്ദം കേട്ട് ആരോ പുറത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ അന്വേഷിക്കുന്നു, പക്ഷേ കാണുന്നില്ല, അയാളപ്പോഴേക്കും രക്ഷപ്പെടുകയാണ്. അപ്പോൾ രാഖി തോക്കൊക്കെ എടുത്ത് രാജീവനെയും കൂട്ടി പുറത്തൊക്കെ പോയി നോക്കുമ്പോൾ നിനക്ക് തോന്നുന്നതാണെന്നൊക്കെ പറയുകയാണ്. ഒപ്പം തന്നെ നമ്മൾ ഗീതേടത്തെയും ജയേട്ടനൊക്കെ ഉണർന്നു വരുന്നുണ്ട്, നിൻ്റെ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷൻ കാരണമാണ് ഇതൊക്കെ തോന്നുന്നത്, നീ പോയി കിടന്ന് ഉറങ്ങാനൊക്കെ വെറുതെ എന്തിനിങ്ങനെ ഉറക്കം കളയുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴക്ക് പറഞ്ഞ് രാഖിയെ വിടുകയാണ്. ശേഷം കാണിക്കുന്നത് ദുർഗാബായിയാണ്. ദുർഗാബായി റെഡ് കളറിലെ സാരിയൊക്കെ എടുത്ത് ഒരു ദുർഗ എന്ന ഒരു പരിവേഷത്തോടു കൂടി തന്നെ നമ്മുടെ രാഖിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഒരു കടാരയൊക്കെ എടുത്തിട്ട് നാളെ 10 മണിക്കുള്ളിലായിട്ട് ഈ പൂജ കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ രാഖിയെ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ശാരികയോട്. അതിനുശേഷം കാണിക്കുന്നത് രാഖിക്ക് ഒരു ഫോൺ കോൾ വരുന്നതാണ്, ആരാണ് വിളിച്ചതെന്ന് പരിചയത്തെ നമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അത് നമ്മുടെ ജഗന്നാഥനാണ്. ജഗന്നാഥൻ വോയിസ് മാറ്റി വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നത് ഒരു തമിഴൻ നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും
പരിഭ്രാന്തയായി രാജീവൻ്റെ അടുത്ത് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് രാജീവേട്ടൻ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാരീരം വീട് കച്ചവടം ഒക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് ജയേട്ടനെ ഏൽപ്പിച്ചാൽ മതി, ജയേട്ടൻ പോയി നന്നായിട്ട് അന്വേഷിച്ച് വരും, രാജീവേട്ടൻ ഇപ്പോൾ പുറത്തേക്കൊന്നും പോകണ്ട, ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ജീവന് ആപത്താണ്, രാജീവേട്ടൻ എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തടയാൻ നോക്കുകയാണ്. പക്ഷേ രാജീവൻ സമ്മതിക്കുന്നില്ല. രാജീവൻ നിന്ന് പോയിക്ക്, നീ എന്ത് പറഞ്ഞാലും ഞാൻ പോകുമെന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ ഗീതയെടുത്തെയും ജയേട്ടനും വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ രാഗി ഇങ്ങനെ അവനെ ഇങ്ങനെ ടെൻഷനാക്കുന്നത്, അവൻ പോകേണ്ട അടുത്ത് പോയിട്ട് വരട്ടെ, നീ പറയുന്ന പോലെ ഇരുന്നാൽ ശരിയാവില്ല, അവൻ പോയിട്ട് വന്നോളും, നീ ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞ് നീ പോയിട്ട് വാ രാജീവാന്ന് പറഞ്ഞ് രാജീവനെ വിടുകയാണ്. രാജീവൻ അപ്പോൾ തന്നെ പുറത്തേക്കും പോകും. വന്ന ഫോൺ കോളിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു തമിഴൻ, അതായത് ആ കൊട്ടേഷൻ കൊണ്ട് രാജീവനെയും വെയിറ്റ് ചെയ്ത് ഗേറ്റിന് പുറമെ തന്നെ നിൽപ്പുണ്ട്. രാജീവൻ്റെ കാർ എടുത്ത് പുറത്തേക്ക് ഓടിച്ചു പോകുന്നു. അപ്പോൾ തന്നെ അയാളും ഫോളോ ചെയ്ത് പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ രാഗി പുറത്തിറങ്ങി എത്രയും പെട്ടെന്ന് രാജീവേട്ടനെ രക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോയും വിളിച്ച് അതിൻ്റെ പുറകെ പോവുകയാണ്. അതേസമയം ഓട്ടോയിൽ വിളിച്ച് പോകുന്ന രാഗിയെ കാത്തിട്ട് നമ്മുടെ ദുർഗാബായി നിൽപ്പുണ്ട്. രാജീവിൻ്റെ പുറകെ ആ ഗുണ്ടയും രാഖിയുടെ പുറകെ ദുർഗാബായിയും പോവുകയാണ്. എന്നിട്ട് ഇവരെല്ലാം ചെല്ലുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. രാജീവൻ ചെന്നിട്ട് തൻ്റെ കാറ് പാർക്ക് ചെയ്യുന്നു. അതിൻ്റെ പുറകെ തന്നെ ആ കൊട്ടേഷൻ ഗുണ്ട അവിടെ എത്തുന്നു. രാഖിയും അതിൻ്റെ പുറകെ എത്തുന്നു. രാഖിയുടെ പുറകെ ദുർഗാബായിയും എത്തുന്നു. അങ്ങനെ രാഖിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ സീരിയൽ അവസാനിക്കുന്നത്. ഓക്കെ, ബൈ.